ഏതൊരു പ്രതിഭാശാലിയുടെയും രക്തസമ്മർദ്ദം ഉയരുന്ന നിമിഷങ്ങൾ. പക്ഷെ ലിയോണൽ മെസ്സി ശാന്തനായിരുന്നു. ലോകകപ്പിലെ കളിക്കളങ്ങളിൽ അയാൾക്ക് കൃത്യമായ പദ്ധതികളുണ്ടായിരുന്നു. 7 കളികളിൽ നിന്ന് മികച്ച 4 ഗോളുകൾ സ്വന്തം പേരിനോട് ചേർത്താണ് മെസ്സി മടങ്ങുന്നത്. ഗോളുകൾക്കുമപ്പുറം എത്രയോ സുന്ദരമായ നീക്കങ്ങൾ. ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്നത് പോലെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നില്ലെന്ന ക്രൂരമായ എല്ലാ പരിഹാസങ്ങളെയും ഈ ഒരൊറ്റ ലോകകപ്പ് കൊണ്ട് തട്ടിപ്പുറത്താക്കി മെസ്സി. കളിക്കളങ്ങളിൽ പലപ്പോഴും അയാൾ ഒറ്റയ്ക്കായിരുന്നു. പ്രീ ക്വാർട്ടർ വരെ അർജന്റീന മുന്നേറിയത് ആ കാലുകൾ രചിച്ച കവിത കൊണ്ടായിരുന്നു. മുന്നിൽ നിന്ന് നയിച്ച് നല്ല നായകനായി 2-3 പ്രതിരോധ താരങ്ങളെ വെട്ടിച്ച് പന്തുമായി മെസ്സി പായുന്ന കാഴ്ച മനോഹരമായിരുന്നു. ലോകം പലതവണ കണ്ട ആ മാന്ത്രിക നീക്കങ്ങൾക്ക് ബ്രസീലിൽ പക്ഷേ ലോക കിരീടമെന്ന മോഹിപ്പിക്കുന്ന സമ്മാനത്തിന്റെ മേമ്പൊടി ഉണ്ടായിരുന്നു. കിരീടത്തിലേക്കുള്ള അവസാന പോരാട്ടങ്ങളിൽ പ്രതിരോധത്തിന്റെ കെണികളിൽപ്പെട്ട് വലയുന്നതിനിടയിലും കൂട്ടുകാർക്ക് പന്തെത്തിക്കാൻ അധ്വാനിച്ചു മെസ്സി. പക്ഷെ മെസ്സി എന്ന മിശിഹയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ പരിമിതിയെക്കുറിച്ച് ചിന്തിക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല. കലാശ പോരാട്ടത്തിന്റെ അവസാന നിമിഷങ്ങൾക്കപ്പുറത്തേക്ക് പോയ ആ ഫ്രീ കിക്കിൽ എല്ലാം ഉണ്ടായിരുന്നു. നിരാശയും ദുഃഖവും വേദനയും എല്ലാം. ഇനി ഏതൊക്കെ കിരീടങ്ങൾ കിട്ടിയാലും പരിഹരിക്കാനാകാത്ത ദുഃഖം. ആരാധകരുടെ പ്രതീക്ഷകളും കാത്തിരിപ്പും 7 കളികളിലേക്ക് നീട്ടിയ ആ കളിമികവിന് ഒരിക്കൽ കൂടി ലോകത്തിന്റെ ആദരം. ആരവങ്ങൾക്കിടയിലൂടെ മികച്ച കളിക്കാരനുള്ള സ്വർണ്ണപ്പന്ത് ഏറ്റുവാങ്ങി മൈതാനത്തേക്ക് തിരിച്ചു നടക്കുമ്പോൾ കരയാതെ കരഞ്ഞിരിക്കണം മെസ്സി. കാരണം ഒരു സ്വർണ്ണപ്പന്തും കൈവിട്ടുപോയ ആ ലോക കിരീടത്തിന് പകരമാകില്ല. നന്ദി മെസ്സി, നിങ്ങളാണ് താരം. ഒരുപക്ഷെ നിങ്ങൾ മാത്രമാണ് യഥാർത്ഥ താരം.